ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ വന്ന് ആകാശിനോട് പറയാണ്, ഇത്രയും കാലം ആരുടെ മുന്നിലും ക്ഷമ പറയേണ്ട ഒരു കാര്യം എനിക്ക് വന്നിട്ടില്ല, ആരുടെ മുന്നിലും താഴേണ്ടി വന്നിട്ടില്ല. പക്ഷേ നീ കാരണം ഇന്ന് സംഭവിച്ചത് നീ കണ്ടല്ലോ. സുകന്യയുടെ മുന്നിൽ ഞാൻ ക്ഷമ പറയേണ്ട ഗതി എന്നു, അത് നീ മനസ്സിലാക്കിയേ. അപ്പോൾ ഇതൊക്കെ മീനാക്ഷി അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുക കേട്ടോ. എന്നിട്ടാ നീ മിണ്ടാതിരിക്കുന്നത്? നിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ? വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടാന്ന് പറയാട്ടോ. അപ്പോൾ ആകാശ് പറയാനുണ്ട്, അറിയാതെ പറ്റിപ്പോയതാ. ഓ, ക്ഷമാപണം. അപ്പോഴും അച്ഛൻ ക്ഷമിക്കണമെന്ന് ഒരു വാചകം നിനക്ക് ചേർത്ത് പറയാൻ വയ്യല്ലേ? ഉള്ളിൽ തട്ടി തന്നെയാണ് ഞാൻ ക്ഷമ പറഞ്ഞത്. അച്ഛൻ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എടാ, ആദ്യം നീ നിൻ്റെ അഹങ്കാരം കുറയ്ക്ക്. ഗോമതി സ്റ്റോർ ബാലൻ്റെ മകനാ ഞാൻ. അച്ഛൻ്റെ അഹങ്കാരം എനിക്കുണ്ടാവൂല. എടാ, ഞാൻ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുകി ഈ കുടുംബത്തിന് വേണ്ടി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. പക്ഷേ നീ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത്? പറയടാ. സ്വയം അഹങ്കരിക്കാൻ വേണ്ടി നീ എന്ത് മഹത്തരമായ പ്രവൃത്തിയാണ് നീ ഇത്രയും കാലം ഇവിടെ ചെയ്തത്? പറയടാ. നിൻ്റെ വായ എന്താ അടഞ്ഞിരിക്കുന്നത്? തുറന്ന് സംസാരിക്കടാ. മര്യാദയ്ക്ക് കടയിൽ വരാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. സ്വന്തമായിട്ട് കട തുറക്കണമെന്നാണ് ആ ആഗ്രഹം. എന്നിട്ട് അതിൻ്റെ പുറകിൽ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഞാനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ നടത്തും. എടാ, ആദ്യം നീ അത് നടത്ത്, എന്നിട്ട് സംസാരിക്കും. എന്നിട്ട് വേണം ഈ വാചകമൊക്കെ അടിക്കാനായിട്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിന്നോട് പറയാം. മേലിനി നീ മദ്യപിച്ച് വന്നേക്കരുത്. മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ സുകന്യയും ധർമ്മനും ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതി നീ കാരണം ഉണ്ടാക്കരുത്. മനസ്സിലായല്ലോ? അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്. അവർ രണ്ടുപേരും ഈ ദേവമംഗളിൽ തന്നെ ഉണ്ടാവണം. ഒരു തവണ ഞാൻ നിന്നോട് ക്ഷമിച്ചു. പക്ഷേ ഇനിയും നീ മദ്യപിച്ച് വന്നാൽ അന്ന് നീ വീടിന് പുറത്താണ്. മനസ്സിലായോ? പിന്നെ വീട്ടിൽ മാത്രമല്ല പുറത്താവുന്നത്, പിന്നെ ഗോമതി സ്റ്റോറിൽ നിന്ന് പോലും നീ പുറത്തായിരിക്കും. പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോയി തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഇതെല്ലാം മനസ്സിൽ ഓർത്തിട്ട് വേണം നീ ഇനി മുന്നോട്ട് പോകാൻ. പിന്നെ നിൻ്റെ വരുമാനമൊക്കെ അതോടെ നിലയ്ക്കും. പിന്നെ നിൻ്റെ ഭാര്യയുടെ ശമ്പളത്തിൽ തന്നെ ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടി വരും. അത് നീ ഓർത്തോ എന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പോവാണ്. മീനാക്ഷിക്ക് സങ്കടം സഹിക്കാനേ ആവുന്നില്ല. ആകാശിൻ്റെ മനസ്സ് മുറിഞ്ഞു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അച്ഛന് സ്നേഹം ഉണ്ടെന്നറിയാം, എന്നാലും പുറമേ കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് മീനാക്ഷിക്ക് സങ്കടം. അങ്ങനെ മീനാക്ഷി അകത്ത് ചെന്നിരുന്ന് കരയാൻ തുടങ്ങി. ആ സമയത്ത് മിത്ര അങ്ങോട്ട് വരുക കേട്ടോ. ദേവിയും ഗോമതിയും കൂടെ കുടുംബക്ഷേത്രത്തിൽ പോവാണ്. അതുകൊണ്ട് തന്നെ ഗോമതി ഒരു സെറ്റ് സാരി മിത്രയുടെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നേരെ ഇത് ദേവിക്ക് കൊണ്ട് കൊടുക്കാൻ, നാളെ ഉടുത്തുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ അത് കൊണ്ടുവന്ന് മീനാക്ഷി കാണിക്കുമ്പോൾ മീനാക്ഷി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിത്രയ്ക്ക് സഹിക്കണില്ല കേട്ടോ. മിത്ര പറയുന്നുണ്ട്, സാരയില്ല ചേച്ചി, പോട്ടെ, ഇങ്ങനെയൊന്ന് കരയില്ലേ. ചേച്ചി ചിരിക്കുന്ന മുഖമാണ് എനിക്കിഷ്ടം. ഇത്രയും ബോൾഡായി ചേച്ചി കരയില്ലേ. അങ്ങനെ മീനുവിൻ്റെ ഈ കണ്ണീരൊക്കെ തുടച്ചിട്ട് കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, അല്ലെങ്കിലും ഈ സുകന്യ ചേച്ചി ശരിയല്ല, കുറച്ച് ഓവറാ. അതൊക്കെ പോട്ടെ, സാരമില്ല. ആകാശേട്ടന് എന്തായാലും അങ്കിളിൻ്റെ സ്വഭാവം ചേച്ചിക്ക് അറിയാമെന്നുള്ളതാണ്. അങ്കിൾ മനസ്സിൽ വെച്ചൊന്നും പറയുന്നതും അല്ല. നമ്മുടെ അച്ഛന് ആകാശിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം ഇത്രേ. എന്നാലും അച്ഛന് ഒരിക്കലും മക്കളോട് ആ സ്നേഹം പ്രകടിപ്പിക്കില്ല. പിന്നെ ആകാശ് നന്നാവാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഓരോന്നും ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിലും അച്ഛൻ്റെ വാക്കുകൾ ആകാശിനെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷെ അത് അച്ഛൻ ചിന്തിക്കുന്നില്ല മിത്രേ. പക്ഷേ അതേസമയം അച്ഛൻ്റെ ഭാഗത്താണ് ശരി. സാരമില്ല, ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ആ സുകന്യ ചേച്ചിയാണല്ലോ. അവരെ ഒന്നും കുറ്റം പറയണ്ട. ആകാശ് ചെയ്തത് ശരിയാണോ? തെറ്റ് ചെയ്തുകൊണ്ടല്ലേ? അതൊക്കെ ശരിയാ, ആകാശൻ തെറ്റാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ സുകന്യ ചേച്ചി എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്? മുത്തച്ഛനെയും കൂട്ടി കൊച്ചനെയും കൂട്ടിയിട്ടും വീട് വിട്ട് പോവും എന്തൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആകാശേട്ടനോട് അങ്കിളിന് ഇത്രയും ദേഷ്യം വന്നത്. അവർ വീട് വിട്ട് പോയാലോ? ഒന്നും പറയാൻ പറ്റില്ല. അവർ ഭയങ്കര വെറുപ്പാണ് മോളെ. നമ്മുടെ മാമൻ്റെ ഭാര്യയിലെ അവർ നമ്മുടെ മാമന് വേണ്ടിയിട്ട് അവരോട് കുറച്ച് ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ വേണം. അവർക്ക് ആരെങ്കിലും ഒരു പണി കൊടുത്തെങ്കിൽ ദൈവമേ എന്ന് പറയാട്ടോ. അവർക്ക് ആരെങ്കിലുമൊക്കെ പണി കൊടുത്തോളും, നീ സമാധാനപ്പെട്ടെന്ന് പറയാട്ടോ. അപ്പോഴാണ് മീനാക്ഷിയും ആ സെറ്റ് സാരി കാണുന്നത്. ഇതെന്താ മോളെന്ന്. അപ്പം ഇത്ര കാര്യം പറയുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോയി ദേവി ചേച്ചിക്ക് കൊടുക്കാം. അത് വേണ്ട, മോള് വെക്കോ, എനിക്ക് മനസ്സ് ശരിയല്ല. ആകാശ് വല്ലാതെ വിഷമിച്ചിരിക്കുമായിരിക്കും മുറിയിൽ, ഞാൻ പോയി ഒന്ന് സമാധാനിപ്പിച്ചോട്ടെ എന്നും പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് പോവാം. ആ സമയത്ത് ധർമ്മൻ അങ്ങോട്ട് വരുവാട്ടോ. മീനാക്ഷിയുടെ മുഖം വല്ലാണ്ടിരിക്കുന്ന കാരണം ധർമ്മൻ മിത്രയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അവൾ വല്ലാതിരിക്കുന്നത് അതേ കാരണമുണ്ട്. സുകന്യ ചേച്ചിയാ മാമ. ഞാനൊരു കാര്യം പറയുന്നുണ്ട്, മാമന് വേറെ ഒന്നും തോന്നരുത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ആകാശേട്ടനെ അങ്കിൾ ഒത്തിരി വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാണ്. അതാണ് ഞാൻ ചോദിക്കണേ, എന്തിനാണ് ഇത്രയ്ക്ക് വഴക്ക് പറയാനിരിക്കുന്നത്? പിന്നെ സുകന്യ ചേച്ചി പറഞ്ഞില്ലേ ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങി പോകുമെന്ന്. പറയാതെ പറയും പോലെ പറഞ്ഞു, അങ്കിൾ കൊച്ചിനെയും കൂട്ടി പോകുമെന്ന്. ഇനി ആകാശേട്ടൻ കുടിച്ചിട്ട് വന്നാൽ അതിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ശരിക്കും കിട്ടിയത് ആകാശേട്ടന് അങ്കിളിൻ്റെ കയ്യിൽ നിന്ന്. കുറച്ച് ഓവറായിട്ടാണ് സുകന്യ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇനി എന്തെങ്കിലും ആകാശേട്ടൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ ഉടനെ വീട്ടിൽ പോയിട്ട് ഇറങ്ങി പോകുമെന്നൊക്കെ പറയുന്നത്. എന്തിനാ ഇപ്പോഴും എങ്ങനെ പറയുന്നത്?
എന്തായാലും കുറച്ചൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. കൊച്ചിച്ചനെ അങ്കിളിനോടുള്ള സ്നേഹം മുതലെടുത്തിട്ടാണ് ഈ സുഗനി ചേച്ചി ഈ കളി അത്രയും കളിക്കുന്നത്. പക്ഷേ ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ധർമ്മന് നല്ല ദേഷ്യം വരണുണ്ട് കേട്ടോ. ധർമ്മൻ ഇത് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് രാവിലെ നേരം വെളുത്തപ്പോൾ നമ്മുടെ ഗോമതിയും ദേവിയും കൂടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. കിച്ചണിൽ കയറിയിരിക്കുന്നത് മിത്രയാണ്. മിത്രയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് കോളേജിലേക്ക് പോകാനുള്ളതാണ്. മീനാക്ഷി റെഡിയാവണുണ്ട്. ആ സമയത്താണ് സുകന്യ അങ്ങോട്ട് വരുന്നത് കേട്ടോ. സുകന്യ വന്നുകൊണ്ട് ചായ ചോദിക്കുന്നുണ്ട്. ഓ ചായയോ? ഇപ്പം എങ്ങനെ ചായ തരാൻ പറ്റുന്നത്? അതിന് ഇവിടെ അപ്പച്ചിയില്ല. അപ്പച്ചിയില്ലെങ്കിൽ നീ എനിക്ക് തരണം ചായ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ 3 അടുപ്പിലും സാധനങ്ങളുണ്ട്. അത് മാറ്റിയിട്ട് എന്തായാലും ചായ ഇടാൻ പറ്റില്ല. കുറച്ച് നേരം കാത്തിരിക്കാൻ പറയുമ്പോൾ സുകന്യക്ക് ദേഷ്യം വരാം കേട്ടോ. സുകന്യ പറയണ, ഇല്ല എനിക്ക് കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് ഇപ്പം തന്നെ ചായ കിട്ടണം, എനിക്ക് ഉറക്കണിട്ട് വന്നുകൊണ്ട് ചായ കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പം പറ്റുമോ? ഇതിപ്പം മാറ്റാതെ എനിക്ക് ചായ തരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചായ ഉണ്ടാക്കാം, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യണം. അതൊന്നും എനിക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ല, എനിക്ക് ഈ പാചകം അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ എനിക്ക് യാതൊരു താല്പര്യമില്ല ഈ കുക്കിംഗ്. പിന്നെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ വെട്ടി വിഴുങ്ങുമല്ലോ എന്ന് മനസ്സിലാലോചിക്കുക കേട്ടോ മിത്ര. എൻ്റെ വീട്ടിലാണെങ്കിൽ 2-3 സെർവൻസ് ഉണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ, ഇവിടെ സെർവൻസ് ഇല്ല. നമുക്ക് വേണ്ടുന്ന ആഹാരം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചേ പറ്റുള്ളൂ. പക്ഷേ അവർ ഭയങ്കര പ്രശ്നത്തിലാട്ടോ, എനിക്ക് ചായ തന്നേ പറ്റുള്ളൂ എന്ന് ഭയങ്കര പ്രശ്നത്തിലാണ്. ആ സമയത്ത് മിത്രയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. മിത്ര മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മീനാക്ഷി അങ്ങോട്ട് വരുമോ കേട്ടോ. മീന് പറയാനായിട്ട്, സാരമില്ല, നീ ഒരു കാര്യം, നിന്നെ കോളേജിൽ പോകാനുള്ള മോളെ നീ പൊക്കോ, ബാക്കി ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാം, നീ അങ്ങോട്ട് ചായയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തോളാന്ന്. അങ്ങനെ ചായ ഇട്ട് അടുപ്പിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഉടനെ വലിയ കാര്യത്തിൽ സുകന്യ പറയാം, അതേ മീനാക്ഷി, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, നീ ആകാശിനെ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ചോളണം. പിന്നെ ബാലേട്ടൻ എനിക്ക് വാക്ക് തന്നതൊക്കെ നീ കേട്ടിരുന്നല്ലോ അല്ലേ, ഇനിയും ആകാശ് കുടിച്ചിട്ട് വരുവാണെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ചേച്ചി അതൊന്നും പേടിക്കണ്ട. പിന്നെ ആകാശ് ഇനി മദ്യപിക്കത്തില്ല. ആകാശ് മദ്യപിച്ച് കരൾ കളയുന്നതിന് എനിക്കെന്താ പേടി? ഇനി അവ മദ്യപിച്ച് ഇവിടെ വന്നാലുണ്ടല്ലോ ഭാര്യയും ഭർത്താവും കുടുക്കിയായിട്ട് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞ് മീനാക്ഷി ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. ആകാശം മര്യാദയ്ക്കാണെങ്കിൽ മാത്രം മീനാക്ഷിക്ക് ഇവിടെ കഴിയാം, ഇല്ലെങ്കിൽ 2 പേരും കൂടെ ഇവിടുന്ന് പോവേണ്ടി വരും. അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചായ റെഡിയാവുമ്പോഴേ എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പോവുക. മീനാക്ഷിക്ക് വല്ലാത്തൊരു നാണക്കേടും എന്തൊക്കെയോ ആയിപ്പോയി പാവം. അങ്ങനെ കരയാണ് കേട്ടോ അവിടെ നിന്നുകൊണ്ട്. എന്നിട്ട് വീണ്ടും സുകന്യ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് എടുക്കുകയാണ്. പിന്നെ ഇനി അവൻ മദ്യപിച്ചിട്ട് വന്നാൽ ഭാര്യയും ഭർത്താവും കൂടെ കുടുക്കി എടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു വേദനയായിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് ബാലൻ കടയിലേക്ക് പോകാൻ വേണ്ടി പതിവ് പോലെ വന്ന് ഗോമതിയെ വിളിക്കുകയാണ്. ഗോമതി കുടുംബക്ഷേത്രത്തിൽ പോയി ഓർക്കുന്നില്ല. അപ്പോഴാണ് മിത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വന്നിട്ട് പറയാം, അച്ഛാ കുടുംബക്ഷേത്രത്തിൽ അമ്മ പോയല്ലോ. അത് ശരിയാണല്ലോ, അച്ഛന് ബാഗും താക്കോലും എടുക്കാനല്ലേ, അത് പൂജാമുറി തന്നെ അമ്മ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് പോണതും സുകന്യ അങ്ങോട്ട് വന്നിട്ട് പറയാ, ബാഗും താക്കോലൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ. സുകന്യയുടെ കയ്യിലോ? അതങ്ങനെ സുകന്യയുടെ കയ്യിൽ വന്ന് മീനാക്ഷി ചേച്ചി, ഇത് പൂജാമുറിയിൽ ഇരുന്നതല്ലേ? അതേ, പൂജാമുറി തന്നെ ഞാനങ്ങ് എടുത്തു. അത് ശരി. അപ്പോൾ ഇവരങ്ങ് ബാലനും അന്തം വിട്ട് പോയി കേട്ടോ. എന്നിട്ട് ബാലനാണെങ്കിൽ ഒരുമാതിരി ആവുകയാണ്. എന്നിട്ട് അവർ പറയാണ്ട്, അല്ല എപ്പോഴും ഗോമതി ചേച്ചിയില്ലേ അവിടെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്, പിന്നെ ഇന്ന് ഗോമതി ചേച്ചി ഇല്ല. ഗോമതി ചേച്ചി തന്നെ എന്നോട് പറഞ്ഞത് പൂജാമുറിയിൽ നിന്ന് എടുത്ത് കടയിലെ താക്കോല് ഞാൻ തന്നെ ബാലേട്ടന് തരണമെന്ന്. ഗോമതി അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ ഇവർക്കൊക്കെ സംശയമാവണം കേട്ടോ. എന്നിട്ട് മീനാക്ഷിയോട് പറയാണ്ട്, അല്ല ഞാൻ താക്കോല് കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും വിഷമമുണ്ട് മീനാക്ഷിക്ക്? എന്നാൽ പിന്നെ ഇത് മീനാക്ഷി തന്നെ കൊടുത്തോ? അങ്ങനെയൊന്നുമില്ല, ചേച്ചി തന്നെ കൊടുത്തോ. ഉടനെ സുകന്യ പറയാം, എൻ്റെ കൈ നല്ല രാശിയുള്ള കൈയെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഇത്ര മനസ്സിൽ വിചാരിക്കുക, ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അപ്പം തന്നെ ഒരു പട്ടി ഷോ അങ്ങോട്ട് ഇറക്കിക്കോളൂ അവർ. അപ്പോൾ രാശിയുള്ള കയ്യെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് മീനാക്ഷി ദൈവത്തെ വിളിക്കുകയാണ്, ഈശ്വരാ ശരിയായി വരണേ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പം വീണ്ടും സുകന്യ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ദൈവത്തെ എല്ലാം വിളിച്ചിട്ടാണ് ആ കയ്യിൽ നിന്നും ആ ബാഗും എന്നിട്ട് താക്കോലും കൂടി ഇങ്ങനെ എടുത്തിട്ട് ബാലനെ നോക്കി പറയാം, ഇന്ന് നമ്മുടെ കടയിൽ പതിവിലും കൂടുതൽ കച്ചവടം നടക്കും എന്ന് വെച്ചാൽ ഗോമതിയെ ഇടിച്ച് താഴ്ത്തുക കേട്ടോ അവിടെ. അപ്പോൾ ഇത് കേട്ടും കൊണ്ട് നമ്മുടെ ബാലൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് അതങ്ങ് സന്തോഷത്തോടെ കൈ നീട്ടി വാങ്ങുവാണ് ചിരിച്ചും കൊണ്ട്. എന്നിട്ട് പറയാം, പിന്നെ സുകന്യെ, രാശിയിലും ഭാഗ്യത്തിലും അങ്ങനെയുള്ള കാര്യത്തിലൊന്നും മുമ്പ് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ ഓരോ തട്ടിപ്പാണെന്നാണ് ഞാൻ കരുതിയത്. പലരിൽ നിന്നും കടം വാങ്ങിയ പണം കൊണ്ടാണ് ഞാൻ ഗോമതി സ്റ്റോർ തുടങ്ങിയത്. പിന്നെ
അത് 6 മാസത്തിനുള്ളിൽ കട പൂട്ടുമെന്നാണ് അന്ന് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കടയൊന്നും പൂട്ടിയിട്ടില്ല. ഇന്നും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ചെറിയ കടയിൽ നിന്നും ഇന്നത്തെ ഗോമതി സ്റ്റോറിലേക്ക് ഇത്രത്തോളം വളർന്നു. ആ ഒരു വളർച്ചയ്ക്ക് ഒരൊറ്റ കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഗോമതിയുടെ ഐശ്വര്യം, അവളുടെ ഭാഗ്യമാണിതെല്ലാം. അപ്പം തന്നെ സുകന്യയുടെ മുഖം വല്ലാതെ ആയിപ്പോയി. അപ്പോൾ മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങ് ചിരിക്കുക കേട്ടോ, അമ്മയപ്പൊക്കെ പറഞ്ഞപ്പോൾ. എന്നിട്ട് വീണ്ടും ബാലൻ പറയുന്നുണ്ട്, ഗോമതിയുടെ ആ ഒരു ഭാഗ്യമാണ് ഇന്നും ഗോമതി സ്റ്റോർ ബാലനായിട്ട് എന്നെ ഇവിടെ നിലനിർത്തുന്നത് എന്നിങ്ങനെ പറയാം. എന്നിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും രാശിയുള്ള കൈ എൻ്റെ ഗോമതിയുടെ തന്നെയാണ്. എന്ന് വെച്ചാൽ സുകന്യ ആദ്യമേ പറഞ്ഞില്ലേ എൻ്റെ കൈ ഭയങ്കര രാശിയാണ്, ഇന്ന് നല്ല കച്ചവടം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മീനാക്ഷിക്കും ഇത്രയ്ക്ക് അങ്ങ് ചിരി സഹിക്കാൻ പറ്റണില്ല. ഉടനെ തന്നെ സുകന്യ പറയുക, ആ ബാലേട്ടനെ പോലുള്ളൊരു ഭർത്താവിന് കിട്ടിയതാണ് ഗോമതി ചേച്ചിയുടെ ഭാഗ്യം. അപ്പോൾ ബാലൻ പറയും, അങ്ങനെയല്ല, ഗോമതിയെ പോലൊരു ഭാര്യയെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ വീണ്ടും അവർ ചമ്മിപ്പോയി കേട്ടോ. അപ്പം മിത്ര അവിടെ നിന്നുകൊണ്ട് പറയുന്നു, മീനാക്ഷി ചേച്ചി വീണ്ടും ചമ്മിപ്പോയല്ലോ എന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ബാലൻ നേരെ പറയാം, മക്കളെ ഞാൻ ഇറങ്ങും കേട്ടോ എന്നെല്ലാവരുമായിട്ട് പറയുമ്പോഴത്തേക്കാണ് ആകാശം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആകാശിനെ കാണുമ്പോൾ ആകാശിൻ്റെ മുഖത്ത് നോക്കാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ധർമ്മം കുറച്ച് ദിവസത്തേക്ക് കടയിലേക്ക് വരുന്നില്ല, എല്ലാ കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ഓടാനൊന്നും പറ്റില്ല, കറക്റ്റായിട്ട് കടയിൽ ഉണ്ടാക്കിയിരിക്കണം, നീ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. മീനാക്ഷി ആണെങ്കിൽ നേരെ ചെന്ന് ആകാശിനോട് പറയാം, അതെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, പെട്ടെന്ന് എന്നെ കടയിൽ ചെല്ലെന്ന് പറയാം. ഞാൻ നോക്കട്ടെ, എനിക്ക് 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ കടയിൽ പൊക്കോളാം. ഉടനെ തന്നെ സുകന്യ പറഞ്ഞു കൊടുക്കുകയാണ്, എവിടെ പോയാലും 4 കാലിൽ വീട്ടിലേക്ക് വന്ന് കയറരുത്, അറിയാമല്ലോ, അങ്ങനെ വന്ന് കയറിയല്ലേ ബാലേട്ടൻ ലാസ്റ്റ് വാണിംഗ് തന്നു കഴിഞ്ഞിട്ടുണ്ട്, അത് ഓർമ്മയുണ്ടല്ലോ. മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ ഇവിടെ ജീവിക്കാം, ഇല്ലെങ്കിലേ കൂടും കുടക്കൊക്കെ ആയിട്ട് 2 കൂടെ ഇറങ്ങേണ്ടി വരും, വഴിയാതാരാവും, അത് ഓർത്താൽ കൊള്ളാം. അത് കേൾക്കണത് ആകാശിന് ദേഷ്യം വന്ന് അവരുടെ ചാടാൻ പോവാട്ടോ. മീനാക്ഷി പറഞ്ഞുകൊണ്ട്, വേണ്ട മിണ്ടാതിരിക്കുക, ഒന്നും പറയാൻ പോണ്ടെന്ന് പറയണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് മിത്രയും തടസ്സപ്പെടുത്തുവാണ്. മിത്രയെ ഒന്നാമത് ഇവിടെ അമ്മയില്ല, അവർ നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പലതും പറയും, അതിലൊന്നും ചെന്ന് വീണ് കൊടുത്തേക്കരുത് കേട്ടല്ലോ, നമ്മൾ അടങ്ങിയിരിക്കണം, അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഉപദേശിച്ചിട്ട് പോവാം. ധർമ്മനാണെങ്കിൽ നേരെ സുകന്യോട് ചെന്ന് കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്, ആകാശം അങ്ങനെ ഒരു കുടിയനൊന്നുമല്ല, എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊക്കെ നീ പറയുന്നത് എന്താ, അളിയനെ അത് കേട്ടിട്ടല്ലേ അവന് നല്ല വഴക്ക് കൊടുത്തത്, നീ കാരണമല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അത് ശരി, അപ്പം മദ്യപിച്ച് വരുന്ന ഒരിടത്തേക്ക് ഞാനിവിടെ കിടക്കണമെന്നോ, അവനെ ഒന്ന് ഉപദേശിച്ചതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റും, ഉപദേശിക്കണം ഇങ്ങനെയാണോ ഉപദേശിക്കുന്നത്, നിനക്ക് ഉപദേശിക്കാം, വഴക്ക് പറയാം, ഒക്കെ ശരി, നിനക്ക് അതിനുള്ള അധികാരമൊക്കെ ഉണ്ട്, പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറയണം സുകന്യ, അത് ഇങ്ങനെയല്ല, മറ്റൊരാളുടെ മനസ്സ് മുറിച്ചിട്ടല്ല ചെയ്യേണ്ടത്, തന്നിഷ്ടത്തിന് നിനക്ക് എന്തും പറയാം, മറ്റുള്ളവരോട് സഹിക്കണം, എൻ്റെ പിള്ളേരോട് സംസാരിക്കുമ്പോഴേ അവരെ വേദനിപ്പിക്കാതെ സംസാരിക്കണം, നിനക്കത് അറിയില്ലെങ്കിൽ നീ അത് പഠിക്കണം, പഠിച്ചേ പറ്റൂ, മനസ്സിലായോ. ഇത്രയും പറയണതും സുകന്യ ഉടനെ തന്നെ ബാഗ് എടുക്കുന്നു, പാക്ക് ചെയ്യുന്നു, പോകാനായിട്ട്, സ്ഥിരം ഇപ്പോൾ അവരുടെ പണി അതാണല്ലോ. അപ്പോൾ തന്നെ ഓടി ധർമ്മം വന്നാൽ, സുകന്യ നീ എന്ത് പരിപാടിയായി കാണിക്കുന്നത്, എന്തെങ്കിലും പറഞ്ഞാൽ നീ ബാഗ് എടുക്കുന്നു പോകുന്നു, ഇതൊന്നും നല്ലതല്ല, ഇങ്ങനെയൊന്നും ചെയ്യരുത്, നീ ഒരിടത്തും പോകരുത്, പിന്നല്ലാതെ ഞാൻ പറയുന്നതിന് ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാം. അവസാനം ധർമ്മം വന്ന് തടസ്സപ്പെടുത്തു കേട്ടോ. ആ സമയത്ത് ആകാശ് വന്ന് കഥകിൽ മുട്ടുന്നുണ്ട്, തുറന്നു കൊടുക്കുന്നുണ്ട് ധർമ്മൻ. അപ്പോൾ ആകാശിനെ കാണുമ്പോൾ ധർമ്മം വല്ലാതെ ചമ്മി പോവുക, കാരണം ബാഗ് എടുത്ത് വെച്ചിരിക്കുമല്ലേ. പെട്ടെന്ന് ബാഗിനെ പൊടി തുടയ്ക്കും പോലെ കാണിച്ചിട്ട് പറയാം, എടാ സുകന്യയുടെ ബാഗിലൊക്കെ ഭയങ്കര പൊടിയാണ്, അതുകൊണ്ടാണ്. മനസ്സിലായി കൊച്ചച്ചാ, ഇങ്ങോട്ട് വന്നേ, പൊടിയും ഇല്ല ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി അതിനകത്ത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ കരുതി നിങ്ങൾ 2 പേരും വഴക്കുണ്ടാക്കി ഇവിടുന്ന് ഇറങ്ങി പോവേണ്ട കാര്യമൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ആകാശം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കണ്ടോ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് വീണ്ടും സുകന്യ ഇങ്ങനെ പറയാതെ എപ്പിസോഡ് തീരാ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.